ഗൈസ് സോറി അത് പറ്റിച്ചതാ. ഇനി ഞാൻ അറിയുന്ന ഗൈസ് ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനൊന്ന് നോക്കിട്ടാത്തത് ഞാനില്ലേ എന്താ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ പറയുമോ എടുക്കാൻ മറന്നു ഗൈസ്. ഞാൻ പറയട്ടെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. വിചാരിച്ച നീച്ചിട്ടുണ്ടോ നോക്കൂ ഗൈസ്. ഹലോ. പിന്നെ ഗൈസ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം, നോക്കൂ ഗൈസ്. പിന്നെ ഗൈസ് നമുക്ക് പല്ലേക്കാൻ പോയാലോ? ഞാൻ ഇറങ്ങുന്നത് കാണിച്ചേ. അപ്പൊ ഞങ്ങൾ പല്ലേച്ചിട്ട് വരാട്ടെ ഗൈസ്, ഞങ്ങൾ ഇറങ്ങട്ടെ. ആകെ മുട്ടിനിരിക്കുക, മുടിയൊക്കെ ഞങ്ങൾ രണ്ടാളി മുടി കണ്ടില്ല. ഞങ്ങളൊക്കെ ചപ്പറക്കി പോലെ ഇരിക്കുന്നു കേട്ടോ. ഞങ്ങളൊക്കെ എണീറ്റാൻ വേണ്ടേ. അപ്പൊ ഞങ്ങൾ പല്ലേച്ചിട്ട് വരാം. ബൈ ബൈ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങളില്ലേ പല്ലി ടീച്ചർ കൊടുത്തേ എൻ്റെ പ്രശ്നം കേട്ടോ. അപ്പൊ ഞങ്ങൾ പല്ലേ കിട്ടട്ടെ ഗൈസ്. ഗൈസ് ഞങ്ങൾ അപ്പോൾ പല്ലിച്ചിരിക്കുന്നു കേട്ടോ. ഇപ്പിച്ചാണ് ഫുഡ് വെച്ച് തരട്ടെ നമുക്ക്. എനിക്ക് പൊറോട്ട വേണ്ട, അപ്പൊ ഞാൻ എന്നാ പൊറോട്ട കഴിക്കട്ടെ. എനിക്ക് ഞാൻ കഴിച്ചു നോക്കി. മീൻകറി ചോറ് മതി. അപ്പൊ ഗൈസ് ഞാൻ കാണുമ്പോൾ നമുക്ക് ഇല്ലേ വീട്ടിൽ കുറേ രസകരമായ വീഡിയോ എടുക്കണമെങ്കിൽ ഇല്ലേ നമുക്ക് വീൽച്ചെയർ കൊണ്ട് നാട് ചുറ്റാൻ പോകാം ഗൈസ്. എല്ലാവരും വരില്ല കേട്ടോ. ഇന്ന് പിന്നെ ഉണ്ടല്ലോ കല്യാണത്തിന് പോവുക. എനിക്ക് നല്ല സങ്കടമുണ്ട് ഗൈസ്, എന്നെ കൊണ്ടുപോണില്ല. എനിക്ക് നല്ല സങ്കടമുണ്ട്. എൻ്റെ മിൻതാത്ത പറഞ്ഞു നീ പോണ്ട, നമുക്ക് വീഡിയോ എടുത്തിട്ട് ഇവിടെ ഇരിക്കാന്ന്. ഇന്നാണ് അമ്മാൻ്റെ അല്ലേ കസിൻ്റെ മകൻ്റെ കല്യാണം. അപ്പം എനിക്ക് നല്ല ആഗ്രഹം പോകാൻ. നല്ലൊരു ബിരിയാണി മിക്സായി കഴിച്ചു, നല്ല മന്തി ഉണ്ടാവും, നല്ല ഐസ്ക്രീം ഉണ്ടാവും, നല്ല ജ്യൂസ് ഉണ്ടോ. എനിക്ക് നല്ല പോകണമെന്നുണ്ട്. എന്നെ വീട്ടിൽ എൻ്റെ മിൻതാത്ത കൊണ്ട് ഞാനിന്ന് പകരം മുട്ടി തന്നത്. ഇന്ന് ഞാൻ അവളെ കൊണ്ട് ഞാൻ എന്ത് ഉണ്ടാക്കിച്ചു. അല്ല ഞാൻ ഈ ബലാനെ പറയും നോക്കാട്ടോ കഴിച്ച് നമുക്ക് അവളെ കൊണ്ട് അധികം ഉണ്ടാക്കിക്കാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കുടിക്കട്ടെ ഗൈസ്. ഇമ്മേട്ടോ മുടി കെട്ടി തന്നെ. ഇമ്മ കല്യാണത്തിന് പോകണ മുമ്പ് ഞാൻ അമ്മനോട് പിടിച്ച് വലിച്ചു കൊടുക്കുന്ന മുടി കെട്ടിക്കാം. ഞാൻ റുബിത്താത്തനോട് കെട്ടിക്കണം കേട്ടോ. ആണോ നീ പൂക്കിയാവുന്നു. ഞാൻ മേക്കപ്പ് ചെയ്യണം, ലിപ്സ്റ്റിക് ഒക്കെ കണ്ട് ശരിയാക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഉമ്മനെ കേട്ട കാര്യം കെട്ടിത്തന്നെ. നീ കെട്ടിത്തന്ന കേട് വരുള്ളൂ. അപ്പൊ എന്താ ഞങ്ങൾ പൊക്കിയത്? ഇമ്മല്ല പിന്നെ നേരെ ഒരു പാടായിന്ന് അറിയുന്ന കാര്യം. ഇമ്മ അവിടെ മുടി മുറിയ മുടിയല്ല കെട്ടില്ല, നനഞ്ഞ മുടിയല്ലേ. ഞങ്ങളുടെ പുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുപ്പായൊക്കെ മരിക്കണോ ശരിയായില്ലേ. വലിയ കമ്മയുണ്ട്. ഇമ്മ പറഞ്ഞ കേട്ട കൈ എൻ്റെ അമ്മ അങ്ങനെ ഞങ്ങൾ എന്നും ഇമ്മ പോകുമ്പോ ഞങ്ങൾ അടികൂടും. അതുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇമ്മി ഇപ്പം പോയി ഗൈസ്. അപ്പൊ ഞങ്ങളുടെ ഒറ്റക്കാണ്. അപ്പൊ ഇനി ഞങ്ങൾക്ക് എന്താണെന്ന് ചെയ്യാലോ. അപ്പൊ ഇപ്പൊ ചെന്നീ പറയടി കണ്ട ഇപ്പം നമുക്ക് ഗൈസ് നമ്മള് എന്താ ആദ്യം വേറെ ഡ്രസ്സല്ലേ ടീമ്, അത് മാറ്റിയിട്ട് ഇപ്പൊ കാരണം എന്താ പറയാ മേത്ത് കൂടെ വെള്ളം കാണിക്കാം. അപ്പൊ മിനി മാറ്റി കൊടുത്തു. എന്താന്നറിയോ, ഇവൾക്ക് ബിരിയാണി കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്രഷന്. പിന്നെ എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. ഞാനും എൻ്റെ മിത്താത്ത റുബിത്താത്ത് എൻ്റെ ഒരു പൊട്ടത്തി ഫ്രണ്ട് ഉണ്ട് ഷിബിന, അവിടെ ഇരിക്കുന്നുണ്ട്. അവള് വരാത്തതാണ് പോയി. അവളെയും കൂട്ടിയിട്ട് ഞങ്ങൾ ഒരു തലമുറ പോകുന്നുണ്ട്. എങ്ങനെയെന്നറിയോ, ഞങ്ങളൊന്ന് വായനശാല പോകുന്നുണ്ട്. അവിടെ എന്താ ചാലുണ്ട്, ചാലത്ത് പോയി കളിക്കാൻ. എന്നിട്ട് അതിൽ കുറേ മീനുകളുണ്ട്. അപ്പോൾ പിടിക്കാൻ നമുക്ക് പിടിക്കാം കേട്ടോ.
എന്നിട്ട് പീച്ച് പീച്ച് പറയും. പിന്നെ ഗൈസ് എനിക്കൊരു സങ്കടം ഉണ്ട്. എൻ്റെ അടുത്ത് അക്കോലത്തിൽ എൻ്റെ അക്കോല പൊട്ടി. അക്കോറി എങ്ങനെ പൊട്ടിന്നറിയോ? ഈ കമ്പി ചകിരിയില്ലേ അത് എടുത്തിട്ട് അതിലാണ്ട് വരച്ചതാ ഗൈസ്. അപ്പൊ അത് പൊട്ടിപ്പോയി. ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ? അത് ചളിയുണ്ടായിരുന്നു പായലും പൂപ്പലും. അപ്പൊ തന്നമ്മ. അപ്പൊ എൻ്റെ പൊട്ടി. അപ്പൊ എനിക്ക് ഹാപ്പി ആയി. ഞാൻ ഉമ്മനെ കളിയാക്കി. എന്നെ പൊട്ടിച്ച് എനിക്ക് സങ്കടമായി പറഞ്ഞിട്ട്. അപ്പൊ ഉമ്മ പറഞ്ഞു വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല ഐഡിയ അല്ലേ ഗൈസ്? പിന്നെ ഗൈസ് ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? നിങ്ങൾക്ക് ഫുഡ് കഴിച്ചോ? ഇൻസ്റ്റയിൽ കമന്റ്, ഇൻസ്റ്റയിലല്ലേ സോറി യൂട്യൂബിൽ കമന്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് സുഖമല്ലേ? നിങ്ങൾക്ക് എന്താ കാട്ടുന്നത്? ബുദ്ധി വേണം, ബുദ്ധി. നിന്റെ കളിയിലും ബുദ്ധിയല്ലേ മണ്ണിക്കട്ടെ കളി കൊണ്ടിട്ടുണ്ട്. പിന്നെ ഗൈസ് ഞങ്ങൾ ഞങ്ങളൊരു പാട്ട് പാടി തരാട്ടാ. ഇപ്പൊ നീ ഫസ്റ്റ് പാടിക്കോ. അല്ല നീയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പഠിക്കോ. ബാലട്ടമ്മോളടി നിന്നെ ഞാൻ വരുത്തിക്കണ്ടതല്ലേ, നിർമ്മലടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി. ബാലട്ടമ്മോളടി നിന്നെ ഞാൻ വരുത്തിക്കണ്ടതല്ലേ, നിർമ്മലടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി. പാവാടപ്രായത്തില് നമ്മളന്ന് പാവയ്ക്കത്തോട്ടത്തിലോ, കണ്ണൻ ചീരട്ടയില് നമ്മളന്ന് മണ്ണപ്പം ചുട്ടതല്ലേ, കണ്ണൻ ചീരട്ടയില് നമ്മളന്ന് മണ്ണപ്പം ചുട്ടതല്ലേ. ബാലട്ടമ്മോളടി നിന്നെ ഞാൻ വാലെത്തി കണ്ടതല്ലേ, നിർമ്മലടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി. നിന്നിലെ ഞാനില്ലടി എന്നിലോ നീയല്ലേ പൊന്നുമോളെ, എല്ലാം കഴിഞ്ഞില്ലടി നിന്നിരുന്ന് എല്ലാം കഴിഞ്ഞില്ലടി. ബാലട്ടമ്മോളടി നിന്നെ ഞാൻ വാലെത്തി കണ്ടതല്ലേ, നിർമ്മലടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി. അപ്പൊ എത്ര ഉള്ളൂട്ടോ ഗൈസ്, ചെറിയ പാട്ടാണ്. ദിവി പാട്. കണ്ടപ്പ തൊട്ടെന്റെ ഉള്ളിൽ കാറ്റാണോ കൊടുങ്കാറ്റാണോ വന്നു വീശിയത്, മംഗളം കേൾക്കാൻ നിന്നെ മണവാട്ടി കാമന്റെ കൽവിയിലെ നീയേ ഓനിലെ ഓക്കന്റെ മോള പപ്പന്റെ കൊന്ന കളിയാണ്. ഞങ്ങളെ മകൾക്ക് ഒരു വീഡിയോ ഉമ്മാന്റെ എമ്പിരി മോളാണ്. പഠിക്കുന്ന വലിയത് സ്ഥലത്താണ്. അൽഹംദുലില്ലാ പഠിക്കുന്ന ഹയർ മടി പഠിക്കണ്ടോ? നല്ല കുട്ടിയാണ്, നല്ല കുട്ടി ഡീസൻ്റാ. ഞാൻ പഠിക്കാറുണ്ട്. ഞാൻ കുറച്ചുകൂടി പാടൊക്കെ വിചാരിച്ചാ ആ കുരിപ്പന്നെ ചിരിപ്പിക്കുകയാണ്. എനിക്ക് നടക്കലാവുക, എനിക്ക് ഡിപ്രഷൻ എടുത്തുകൊണ്ട് നടക്കലാവുക. പിന്നെ ഒരു ബിറ്റ് കഴിച്ചു. എന്താ നീ പറയുന്നത്? ഒന്നും ഡിപ്രഷനോ? ആ ഡിപ്രഷൻ എന്താണോ നമ്മൾ എന്തി പറയണ കഴിച്ചു ഡിപ്രഷൻ. എന്റെ പ്രേക്ഷകർ ഇത് കേൾക്കണം. എനിക്ക് സങ്കടമാവരുത് കഴിച്ചു. എനിക്കൊരു ലൈനില്ല, കാലില്ല, ഒരു ലൈനും വേണ്ട. ഈ സിംഗിൾ ലൈഫ് ബെസ്റ്റ് ലൈഫ്. പറഞ്ഞിട്ട് അവൾക്ക് ലൈന് വേണത്രേ. ഇവയ്ക്ക് പറ്റിയ നല്ല ചെക്കന്മാരുണ്ടെങ്കിലും പറയട്ടെ ഗൈസ്. ലൈനൊന്നും വേണ്ടേ, സിംഗിൾ ലൈഫിന്റെ ബെസ്റ്റ് ലൈഫ്. അയ്യടി പിന്നെ കമ്മിറ്റഡ് ആയതിന്റെ ഒരു പ്രശ്നമല്ല. എന്താണിങ്ങനെ ഇല്ലട്ടോ ഗൈസ്. അതൊക്കെ പറ്റിക്കാവുന്ന. പിന്നെ ഗൈസ് നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? വിശന്നിട്ട് 1 മണി. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാലോ. അപ്പൊ ഗൈസ് ഫുഡൊക്കെ എത്തിയിട്ട് കഴിക്കണോ? ഇത് മീൻ പൊരിച്ചത്, കൊടുത്ത മീന്. എന്തുണ്ടാകുന്നോ കണ്ടോ? ഇതാ ഞങ്ങളുടെ കൊടുത്ത മീന്, ചോറ്, മീൻ കറി കണ്ടോ? നല്ല പൊറോട്ട, എലാസ്റ്റിക് പൊറോട്ട കണ്ടോ? കണ്ടോ? അപ്പൊ ഞങ്ങൾ കഴിക്കാത്ത എനിക്കില്ല. പൂക്കി കുപ്പിയിൽ വെള്ളം വന്നു, തണുത്ത വെള്ളം വന്നു, തണുത്തോണ്ട് എടുക്കുക. ഞങ്ങള് ഗൈസ് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തിന്നിട്ടുണ്ട്. ഇങ്ങനെയൊന്നുമല്ല, ഒന്ന് ബ്ലോഗ് എടുക്കണോണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അത് ഞങ്ങള് കൂടുതൽ എപ്പോഴായിരിക്കും എനിക്ക് ഇഷ്ടമില്ല. ചാറ് മാത്രം മതി കേട്ടോ.
ഞങ്ങളങ്ങനെ നല്ല കേട്ടോ, സ്നേഹമുള്ളവർക്കൊന്നുമില്ല. ഞങ്ങളുടെ വികൃതിയാണ്. നിങ്ങൾ വീഡിയോക്ക് വേണ്ടി ഇങ്ങനെ കാട്ടണം കേട്ടോ guys. അല്ല ഞങ്ങളിങ്ങനെ ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ട. എൻ്റെ ക്ലാസ്സിലുള്ളവരൊക്കെ നിങ്ങൾ കീരിയും പാമ്പുകളാ guys. അതേപ്പാ അത് പോക്കിക്കും. ഇതാണ് എൻ്റെ പൂക്കിക്കുപ്പി. നീ വെള്ളം ചാറ് മതിയോ? ലുബിതാത്ത കുറച്ചുകൂടി ചാറ് വെച്ച് കൊടുക്ക്. എത്ര മതി ഉൾക്ക് ചാറ്? മീൻ്റെ പാത്രം അവിടുന്ന് മാറ്റിയേ പോരെ? ഗൈസ് ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടി ഇവർ രണ്ടുപേരും ഞാൻ ഫുഡ് ഒറ്റയ്ക്ക് കഴിപ്പിക്കാൻ പോവാണ് അവരുടെ കൈ കൊണ്ട്. അല്ലാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് കഴിക്കാറന്നല്ലേ അല്ലാടി. എന്തോടെ പറത്തിയോ നോക്ക് കഴിക്കും. ചാറില് പഞ്ഞിലുണ്ട്. ആ ചാറ് പരിച്ചെടുക്കും. ചാറില് ഏതല്ലേ ഇപ്പോ? അല്ല ഇപ്പൊ നമ്മള് കഴിക്കുമ്പോ ബിസ്മി പറഞ്ഞോ? അയ്യോ ബിസ്മില്ലാഹിറോ ബിസ്മില്ലാഹിറോ. ലിപ്സ്റ്റിക് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കാര്യം. നിങ്ങളൊക്കെ ചോറ് കഴിച്ചോ? കേട്ടോ നിങ്ങൾക്ക് വേണോ? തരൂല. നിങ്ങൾക്ക് കിടക്കണം. വേണ്ട. എനിക്ക് കംഫർട്ടാവില്ല. ഇപ്പേ ആരുടെ ഫസ്റ്റ് ചെയ്യാൻ നോക്കാം? ഇമ്മ ഇപ്പൊക്കെ അവിടെ ബിരിയാണി കഴിക്കണം, നമ്മക്ക് കിടക്കോ മീൻകറി എന്താ നോക്കല്ലേ? പക്ഷെ നല്ല വിഷമം. എന്നാലെന്താ പാവം എല്ലാം ഉണ്ടാക്കിട്ട് പോയില്ലേ? അല്ലേപ്പാ ഞങ്ങൾക്ക് ബിരിയാണിയെ വെച്ച് തരാറ്, പക്ഷെ ഒന്നും വെച്ച് തന്നില്ല അല്ലേ? ഇഷ്ടമാണ്. മുളക് എനിക്ക് ബിരിയാണി അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് രാത്രി ബിരിയാണി ഇഷ്ടം. രാത്രി ബിരിയാണി ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറും മീൻ കറിയാണ്. ഈ ഭാഗത്ത് ഏത് ബിരിയാണി ഇഷ്ടം? എനിക്ക് മല ബീഫ് ബിരിയാണി. ഞങ്ങൾ എന്ത് ചലഞ്ച് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാം കേട്ടോ. ഇതിന് കമന്റിൽ ചലഞ്ച് എന്തിട്ടാണ് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് തോന്നുമല്ലോ. ആസാമ
എത്ര പെട്ടെന്ന് ഇവന്റെ കഴിയുന്നറിയാം ഗൈസ്. അയ്യോ അയ്യോ കഴിഞ്ഞു ഗൈസ്. അതിന്റെ പൂക്കി കുപ്പിന്ന് വെള്ളം വെക്കട്ടെ. കഴിഞ്ഞു. കഴിഞ്ഞോ? ആ ഫസ്റ്റ് കഴിഞ്ഞോ? കുറച്ച് ചോറും കൂടി തന്നാലോ? കഴിഞ്ഞ നിറു ആ നമുക്ക് ഈ പൂക്കി കുപ്പി കൊണ്ടുപോകാട്ടോ. ഇവന്റെ ചോറ് കഴിയാൻ വേണ്ടിട്ടാട്ടോ ഗൈസ് ഞാനാണ് പറഞ്ഞത്. അല്ലെങ്ങാണ്ട് വെച്ചോണ്ടിരിക്കും, വെക്കല്ല. ഇവൾക്ക് ഇപ്പിമ്മ അല്ലെങ്കിൽ മീനോട് വാരി കൊടുക്കാം. ഞാൻ കിടന്നിട്ടേ കഴിക്കാറ്. മീനു അങ്ങനെ വെള്ളം കൊണ്ടിട്ടുണ്ട് ഗൈസ് ഇവൾക്ക് കയ്യേക്കാനിട്ടോ. അയ്യോ അങ്ങനെ എന്റെ കഴിഞ്ഞു ഗൈസ്. കുപ്പായ ഞാൻ ഇറങ്ങി വരും ഗൈസ്. ആ സിബൂരി പോയി കൊണ്ടാക്ക. ആ ഇട്ടരട്ടോ. ടുത്താത്താൻ്റെ അങ്ങനെ കഴിയാനായി ഗൈസ്. പിന്നെ ഗൈസ് ഞങ്ങൾ കാണുമ്പോഴത്തെ നിങ്ങളില്ലേ വാഴശാലി പോകുമ്പോല്ലേ ഞങ്ങൾ വരണേ. എന്താ പിന്നെ പറയുന്നത്? ഞാൻ അതിന് വരുന്ന നമ്മളെ കൊണ്ടുപോകണില്ല. ഞങ്ങളില്ലേ ഇവിടെ ഒരു ചേമ്പ് നട്ടുക്കണു കിഴങ്ങ്. അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. പക്ഷെ ഇപ്പോഴല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അത് ഇപ്പൊ വന്നിട്ടാട്ടോ കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ അല്ല ഗൈസ് എന്താ വീട്ടില് കുറെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. പൂക്കളില്ലാത്ത ചെടികൾ അത് വേനൽക്കാലത്തേ ഉണ്ടാവുള്ളൂ. റോസ് കളറുണ്ട്, പിങ്ക് കളറുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ കാണിച്ചു തരാം കേട്ടോ. ചെടികളാണ്. പിന്നെ നോക്കാം 2-3 റോസാപ്പ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. പിന്നെ ഗപ്പികളിലെ കാണിച്ചു തരാം. ഗപ്പികൾ അത്ര ഒന്നും ഇല്ല, എല്ലാം ചത്തു. കാണിച്ചു തരാം എന്നാലും കേട്ടോ. നമുക്ക് ഫാറൂഖൊക്കെ കുറച്ച് മീനുകളൊക്കെ തന്നിട്ടോ ഗൈസ്. എല്ലാം മരിച്ചുപോയി. പിന്നെ പൊന്മ ഇല്ലേ, പൊന്മ അത് വന്നിട്ട് പൂ കൊണ്ടുപോകുന്നുണ്ട്. ശിബിന കുറേ വന്ന് കൊണ്ടുപോകുന്നുണ്ടെന്ന്. നല്ല സങ്കടമായി എനിക്ക്. എന്റെ ചോറിന് കഴിഞ്ഞ കഴിച്ചാണ്. മിണ്ടാത്തൊക്കെ കഴിയാതെ കൊണ്ടുവന്നിട്ടാ മീനും വെള്ളം കൊടുന്ന കേട്ടോ. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തോണ്ടില്ല മീനും ഇങ്ങോട്ട് വെള്ളം കൊടുന്നിട്ടാ ചെയ്യാറ്. അപ്പൊ ഒന്ന് ഇവിടുന്ന് കൈ കേട്ടെ. അയ്യോ ഉറക്കാൻ വരും. ഫുഡ് വരെ കഴിച്ചിട്ട് വയറൊക്കെ വേദനിക്കും. വയറ് പൊട്ടാനായി. പാവം ഞാൻ ആകെ ഒരു പൊറാട്ടിന്റെ ആഫാ കഴിച്ചിട്ടുള്ളൂ. അപ്പത്തിന് നമുക്ക് കഴിയാണ്ടായില്ലപ്പാ. അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് ബോർ അടിക്കുന്നോണ്ടേ ഞങ്ങൾ ലുഡോ കളിക്കാൻ തീരുമാനിച്ചു. സമയം പോലെ ഗൈസ് ഡെയിൻ മൈ ലൈഫ് കൊടുക്കുകയല്ല നമ്മള്. അപ്പൊ നമ്മൾ ഇത് ചെയ്യണ്ടേ. അപ്പൊ ഞങ്ങളുടെ ലുഡോ കളി കാണാൻ നിങ്ങളെ റെഡി അല്ലേ ഗൈസ്? എന്നിട്ട് ഒരു മിനിറ്റ് കളയല്ലോ. പ്ലെയർ 1 ഞാനാ. അതിൽ പേര് എഴുതിട്ട് ഞങ്ങൾ എഴുതട്ടെ. HIDAU അയ്യോ റോബു വേണ്ട, റോബു വേണ്ട, റോബി മതി. RUB ഓക്കെ പ്ലേ. ഓക്കെ അപ്പൊ ഞങ്ങൾ കളിക്കാൻ പോകണ്ട ഗൈസ്. എന്നാ കളിക്കല്ലേ? എനിക്ക് ഇരിക്കാൻ വയ്യ ഗൈസ്. ഞാൻ കിടക്കുന്നിട്ട് കളിക്കണം കേട്ടോ ഗൈസ്. കളിക്കുക കുറച്ച് നല്ല തമ്മിൽ കിട്ടണം. ബോട്ടെ പെട്ടെന്ന് കളിക്കണേ. കുറച്ചൊന്നും ഞാൻ ജയിക്കണേ.
ആർക്കും ആറ് കിട്ടിയിട്ടില്ല. ഓ, ഓ ആർക്കും പറഞ്ഞപ്പോഴത്തേനും കിട്ടി ഗൈസ്. ഇവയ്ക്ക് കിട്ടി. എനിക്ക് 2 എണ്ണം കിട്ടി. ഓ ഫ്ലവർ റൂബി. ഞാനെന്താ ഇറങ്ങാത്ത ഗൈസ്? മഞ്ഞി ഞാനപ്പോ ഇറങ്ങാത്ത ഗൈസ്. മഞ്ഞയ്ക്കും എനിക്ക് ഒരു കഴിവില്ല. ഇന്നിപ്പോ എന്തൊക്കെയാ പറയണ നോക്ക് ഗൈസ്. ബോട്ട് വെട്ട്. 2 ഇട പോട്ടെ. ബോട്ട് വെച്ചാൽ എന്ത് പോവും. ഓടിക്കൂ ബോട്ടെ. റൂബി പാവാണ്. ഒട്ടിക്കോ. സൗണ്ടില്ല, അതുകൊണ്ട് കളിക്കാൻ മൂടില്ലടി. നിക്ക്. അയ്യോ വേണ്ട. നിക്കടി. ഓക്കെ ഓക്കെ. അവിടെ എൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ. ഓക്കെ. ഈ സൗണ്ട് കേൾക്കാൻ എന്ത് സുഖം. അങ്ങനെ 2 എണ്ണം ഞാൻ ഇറക്കിയിട്ടുണ്ട് കായ്. പിന്നാലെ പോകട്ടെ. ബോട്ട്. ബുദ്ധിയുള്ള ബോട്ട്. ബോട്ടെ ഇപ്പൊ എന്നെ പോലെയാണ് അത് ബോട്ട്. ഇപ്പൊ തീരുമാനമാക്കട്ടെ കായ്. ഓടിക്കോ. എനിക്ക് ബോട്ടിനെ വെട്ടണമെന്നുണ്ട്. കിട്ടാൻ നോക്കാതെ ബോട്ട് ചേട്ടൻ എന്നെ വെട്ടിയില്ല. ബോട്ട് ചേട്ടൻ വെട്ടി. ബോട്ടിനെ വെട്ടി. ചിലപ്പോ ആ ബോട്ട് തന്നെ വെട്ടിയിരിക്കും തോന്നട്ടെ കായ്. ഓടിക്കൂ. പാവാ ബോട്ട്. 1 2 3 4 5. നേരെ പോയി വെക്കണം. ഈ ഒരു 6 ഇട്ടാൽ ഒരു 2 ഇട്ടാൽ 2 ഇട്ടാൽ എവിടുക്കാ 2 ഇല്ല. ശരിക്കും പറഞ്ഞാൽ ബോട്ടിനെ എന്നെ വെട്ടാർന്ന് കൈ. ബോട്ട് നല്ലൊരു മനുഷ്യനായതുകൊണ്ട് എന്നെ വെട്ടിയില്ല കൈ. ഇവനെ വെട്ടിയ ബോട്ടെ. 4 കിട്ടിയാൽ നമുക്ക് ഇവ വെട്ടി കൈ. ഇവന് വെട്ടി. തമ്പുരാനെ എൻ്റെ തവക്കലത്ത് വരല്ല. കുടിച്ചിട്ടാണ്ട് ഓടിക്കോ. എന്തിനാ ബോട്ടെ എൻ്റെ പിന്നാലെ വരുന്നേ? ഇവ അടക്കോണെങ്കിൽ നടക്കുന്നുണ്ട്. ബോട്ട അതിനെ വെട്ടിക്കൂടെ? എവിടെ അമ്മൻ്റെ വീട്ടിൽ പോണ്? കുട്ടി. അയ്യോ പാവം കേട്ടോ ഇവ. നമുക്ക് വേണ്ട. ഒന്ന് പ്ലീസ് വേണ്ടേ. തള്ള മതി. എന്താ നോക്കി കഴിക്കുമ്പോൾക്ക് ടീമാണ്. എന്നാൽ നിന്നെ നൈസായി വെട്ടിയാ പോലെ എനിക്കുന്നു. ഏതാ കസ്റ്റ് ബിസ്ക്കറ്റ് അമ്മയുടെ ബിസ്ക്കറ്റ് അവനാണ് ഇവിടെ നിന്ന് വീണാൽ കുഴപ്പമില്ല. എനിക്ക് ഇവിടെ നിന്നൊക്കെ വീഴുമ്പോൾ സങ്കടം. ഞാനിങ്ങനെ സേഫായി കായ്. 2 ഷിറ്റ്. പാവം ഇങ്ങനെ ഒന്നിനെ ഇറക്കിയിട്ടിട്ട് ഓർമ്മയും മാത്രം അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കായ്. നിനക്ക് നീ പ്രോത്സാഹന സമ്മാനം ഉണ്ടോ മീനോ? ഓ എൻ്റെ പൊന്നോ പ്രോത്സാഹനം. രാത്രി ചോറും മീനും തരാം. ബോട്ടിനെ വെട്ടിക്കായി. ഒരു ബോട്ടാണെന്ന് പറഞ്ഞാൽ അവർ എതിരാളികളാണ്. ബോട്ട് മറ്റേ ബോട്ടിനെ വെട്ടിക്കായി. മഞ്ഞക്കാരൻ്റെ ബാക്കിലെ വല്ലേ ഇപ്പൊ കയറാൻ പോവാണോ? ഓ
ഗൈസ് അങ്ങനെ ഹിബ ഒരെണ്ണം കയറ്റാൻ വേണ്ടി അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ വെട്ടി ഗൈസ് കാണിച്ചാടി. വേഗം പോട്ടെ, നല്ല സ്പീഡിൽ പോട്ടെ പോട്ടെ പോട്ടെ. പാവം കുഞ്ഞു മനസ്സുള്ള കുട്ടി. നിങ്ങൾ കണ്ടില്ലല്ലോ, പോട്ടില്ല. ഇവനെ എവിടുന്ന വെട്ടിന്നറിയോ? വേണ്ട 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 ഇല്ല നിങ്ങളുടെ വേർഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. വാണിംഗ്. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാതെ. ഇല്ല, അതൊന്നും എനിക്ക് പറ്റൂല. ഞാൻ ഇവിടെ എത്തിയിട്ട് ഇയാളെ വെട്ടിയാൽ എനിക്ക് സങ്കടാവില്ലേ? കുഴപ്പമില്ല, എനിക്ക് പിന്നെ നീതി വേണം. ഒരു നീതിയും കിട്ടില്ല. അങ്ങോട്ട് അവിടേക്ക് എത്തിക്കുക, കളിക്കുക. എനിക്ക് വായനശാലത്തുമ്പോഴേക്ക് മുട്ടായി കൊണ്ടുവന്ന് വെക്കും, അല്ലെങ്കിൽ ഞാൻ ആ പുഴയിൽ മുങ്ങി ചാവും. പുഴയിലോ തോട്ടിലോ? തോട്ടില്. ഇവനെ ഞാനത് വെട്ട് കൊടുത്തുട്ടോ ഗൈസ്. അവൻ അങ്ങനെ ഇവന്റെ പിഞ്ചു ബാല്യം നന്ദു മഞ്ഞും ബാഹുബലിയില് ആ ആള് പറയണവര് ഇവൻ നെസ്റ്റ് കിട്ടും ഗൈസ്. അത് മൂന്നോ രണ്ടോ പാവ ഇവ പിന്നെയും വെട്ടി കഴിക്കും. ഇവനെ പിന്നെയും വെട്ടി കഴിക്കും. അങ്ങനെ ഞാൻ പോണു ഗൈസ്, കേറാൻ പോന്നു. എന്റെ പൊന്ന് ബോട്ടുകളൊന്നും പിന്നാലെ വിടുവോ? പാവം ഇവ ബോട്ട് വരെ കേറാൻ പോന്നു കേട്ടോ. അങ്ങനെ കഴിച്ച് ഞാനൊന്ന് കയറ്റിട്ടോ. ഇപ്പം അങ്ങനെ അരിച്ചരിച്ച് വരുന്നുണ്ട് കഴിച്ച്. ഹാപ്പിയാണോ? യെല്ലോ അല്ല റെഡ്? കഴിവുള്ള യെല്ലോ. 1 2 3 4 പറ്റുമോ? പറ്റും. ഗൈസ് ഇതിലൊരു ഇതുണ്ട് കേട്ടോ. ഇതിൽ തോക്കുന്നത് ആരാണോ ജയിക്കുന്നത് ആരാണോ, ജയിക്കുന്നവർ പറയണത് തോറ്റാള് എന്ത് കാര്യമാണെങ്കിലും കേൾക്കേണ്ടി വരും. അത് ഡെയിലി ഉണ്ട്. ഓടിക്കോ, ഞാൻ അങ്ങനെയും പോയിട്ട് കയറട്ടെ ഗൈസ്. ഒരു പാവ പച്ചനെ ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓടിക്കോ, എങ്ങനെയും ഓടിക്കോ ഗൈസ്. പെട്ടു ഗൈസ്. കയ്യും കലക്ക് ഉറക്കണോടി. എനിക്ക് റുബിന് പേടിയില്ല. കളിക്ക് വേറെയും കളിക്കേ. അപ്പൊ 2 എണ്ണത്തിന് ഞാൻ കയറ്റി വിട്ടിട്ടുണ്ട് ഗൈസ്. എന്നെ റുബിയെ നോക്കണെന്ന് പാവം ജയിപ്പിച്ചു. പാവടി എല്ലോ ഒന്നും പറ്റില്ലേ? ഇപ്പൊ കഴിഞ്ഞ വട്ടം 8 നില പൊട്ടിയതോ? ഇല്ലല്ലോ. ആദൂല് കളിച്ചാലോ? ഗൈസ് നമ്മളെ ഹിബാത്തു തോക്കാനായി കഴിഞ്ഞ അപ്പൊ പറയും നമുക്ക് ആദ്യം വീട്ടിൽ കളിച്ചാലോ. കയ്യകളില്ല, വായ കൊണ്ടാണ്. വായ കൊണ്ട് വേണ്ട, വായ തുറന്നാ എനിക്കിത് തോന്നുള്ളൂ. ബത്തു വേണ്ട, ഫോൺ അല്ലേ ചത്തൊരു ഫോണ്. അപ്പൊ കൈ എന്നെ കളി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.
രണ്ടെണ്ണം ഞാൻ കയറ്റി ഗൈസ്. ഒരു കഴിവില്ലാത്ത ലുഡോ അല്ല കഴിവില്ലാത്ത ബോട്ടുകൾ നമുക്ക് കൈ വേണ്ട കിട്ടണില്ല കൈക്ക്. ഇപ്പൊ തന്നെ ഇറങ്ങെടുത്തിട്ടോ, നല്ല ഇറങ്ങെടുത്ത്. ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വായനശാല പോക്ക് മോട്ടങ്ങ്. ആരോ ബസ്സിൽ സേഫിൽ കയറ്റി. ഓക്കെ, സോ സേഫ് അല്ല ഹോം. റുബി വീട്ടിൽ കയറാൻ തയ്യാറല്ലേ? രണ്ടെണ്ണത്തിൽ കയറ്റി ഗൈസ് ഞാൻ. വെള്ളം പോയി. മണ്ടം പൊട്ടുകളായതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. ഇവരിങ്ങനെ വെട്ടുന്നുണ്ട് ഗൈസ്. എന്നെ മാത്രം കാണുന്നില്ല തോന്നുന്നു. അപ്പൊ ഗൈസ് ഞാൻ ജയിക്കാറായി ഗൈസ്. ഇതുണ്ട് ഗൈസ്. കളി കഴിയാൻ മതിയായി. ആരാ പോയി ആരാ പോയി ആരാ പോയി ആരാ പോയി പറ. ആരും വീട്ടില്ല, ഉണ്ടാച്ചാറ. ഒന്ന് കിട്ടിയാ മതി ഗൈസ്. കേട്ട് ജീവിതം മാറി മാറി ഗൈസ്. സ്പീഡാ കളി. ആ ഒന്ന് എനിക്ക് തരുമോ? എനിക്ക് മാത്രം കിട്ടിയ എനിക്ക് മാത്രം കിട്ടിയ ഇതെന്താ കിട്ടാത്ത ഗൈസ്. എല്ലാവർക്കും കിട്ടുന്നല്ലോ റുബിയ, എനിക്ക് എന്താണ് കിട്ടാത്തത്? എന്നെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നത്. അല്ല റുബി താത്താക്ക് ഒരൊറ്റൊന്നും കിട്ടി കഴിഞ്ഞാൽ ഹോം കയറോ? ജയിച്ചാണ്. ഒന്ന് മാത്രല്ലടി, വേറെ ഒന്നുമില്ല. എനിക്ക് കിട്ടില്ല രണ്ടെണ്ണം. പാട്ടോ പാട്ടോ റുബി എനിക്ക് എന്താണ് കിട്ടാത്തത്? എനിക്കൊന്ന് കിട്ടി. എൻ്റെ ആറ് എനിക്ക് തരും. ഗായ്സ് ഞാൻ അങ്ങനെ ജയിച്ചിരിക്കണ് ഗായ്സ്, കണ്ടോ? ഞാൻ ജയിച്ചു. ഇനി ബോട്ടും ഹിബയിലും ആരാ ജയിക്കാൻ നോക്ക്. എന്തായാലും ഹിബ തോറ്റു, ചലഞ്ചിൽ തോറ്റു. ഇനി റുബിത്താത്ത എന്ത് പറഞ്ഞാലും ഹിബ കേൾക്കണം. ഓ പിന്നെ ഒരു പണി ഇല്ല, ഹിബേ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തേ പറ്റും. കളിച്ച് ജയിക്കാൻ ഇല്ല.
അയ്യോ വയ്യ ഗൈസ്, കളിച്ചിട്ട് ക്ഷീണിച്ചു ഗൈസ് ഞാൻ. ആ ഫാൻ അറിയിടോ ഒന്ന് രണ്ട് മൂന്ന് ബോട്ടെ വേഗം ജയിക്കാൻ നോക്ക്, ഇതിന് തോപ്പിക്ക്. തോപ്പിച്ചാലല്ല ബോട്ടില് അച്ഛ വന്ന് ഞാൻ നോക്കൂല. ഞാൻ നോക്കൂല. One, two, three, four, ബോട്ട് ഇവനെ വെട്ടിക്കായി. ബോട്ട് നിന്നെ പകരം പൊട്ടും. നിന്നല്ല നിന്റെ കുട്ടിയോളം വന്ന് കുട്ടിയോളം വന്നാൽ ഞാൻ ജയിപ്പിക്കും. ഓ പൊട്ട് 2 പൊട്ട് അടി കൂടും. പാവം കഴിച്ചവരെ ഒന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കഴിക്കുക. അങ്ങനെ ബോട്ട് 2 എണ്ണം കയറ്റാൻ പോകണം ഗൈസ്. ബോട്ടിൻ്റെ ഇവൻ്റെ ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണ് ഗൈസ്. ബോട്ട് 3 എണ്ണം കയറ്റി, ഈ ഭാഗം 1 കയറ്റി ഗൈസ്. ഓടിക്കാൻ ബോട്ട് തോൽപ്പിക്കോ? അതിന് അവന് നല്ല കളിക്കുന്നുണ്ട്, നല്ല കളിക്കാരനാണ് അച്ഛത്. അച്ഛക്ക് മാത്രം അവര് പോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ തോക്കണേ. എങ്ങനെ പോയാലും ഇത് ജയിക്കില്ല. ഇവ കണ്ട ജയിക്കാറായി ഗൈസ്, ബോട്ട് ജയിക്കാറായി. ബോട്ട് ഓടുന്നുണ്ട് ഗൈസ്. അതാ എങ്ങനെ വമ്പിച്ച പോരാട്ടം അങ്ങനെയാണ് പറയുന്നത്. അതൊക്കെ പറയാൻ കിട്ടില്ലല്ലേ, വമ്പിച്ച പോരാട്ടം. അപ്പൊ ഇവയ്ക്ക് മാത്രം കിട്ടിയില്ല അല്ലേ ഗൈസ്? ഇവ ജയിക്കണം, ഇവക്ക് ജയിക്കണം. ഇവ ജയിക്കും. ജയിക്കുമ്പോൾ എങ്ങനെ ഇവാ വീട്ടിക്ക് 3 പോ വീട്ടിൽ പോ. ഉറങ്ങിക്കോ ചാച്ചി ഉറങ്ങിക്കോ. അയ്യോ പോ. എന്തിനാ ഇവ അതിനെ വെട്ടണ? പാവുണ്ട് കളിന്റെ സ്പീഡ്. അയ്യോ 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 ഓടി വർമ്മ ഓട് വർമ്മ ഓട്. വർമ്മപ്പനെ വെട്ടി. റെഡ് ഇറങ്ങ എന്നിട്ട് അങ്ങനെ വെട്ട്. ഇയാള് വെറുക്കിരുന്നാ നിന്നെ പുറത്ത്. ഓ ഇപ്പൊ 3 എണ്ണം കിട്ടാറായി ഗൈസ്. 3ാമത്തെ ജയിക്കാൻ കളിക്കൂല. വീട്ടിൽ പോ ഉറങ്ങാൻ പോയിക്കോ. ചാച്ചി ഉറങ്ങിക്കോ. നീ 6 കൊണ്ട് വാ, ഇവിടെ അത് വെട്ട്. നല്ല സന്തോഷമാവും. ഹാപ്പി 1 2 3 4 ഒരു 4 ഇട് പോട്ടെ. 4 ഇട്. എല്ലാവർക്കും ശുഭദിനം. പ്രിയപ്പെട്ട ഫാത്തിമ ഹിബ ജയിച്ചിരിക്കുന്നു. 3ാമത്തെ കിട്ടി. അല്ല 2ാമത്തെ കിട്ടോ? 3. വേണ്ട, ഞാനല്ലേ പത്തിരി കണ്ട ഗൈസ്. ഇപ്പൊ തേടാ 2ാമത് തേർഡ് പോയിട്ട്. അങ്ങനെ ജയിച്ചു ഗൈസ്. ഞാൻ ജയിച്ചു, ഇവ തോറ്റു. ഇവ 2ാമത്.
അതെന്തായാലും ഇപ്പൊ തോറ്റതല്ലേ, എന്നാ ഹിബ ഒരു പാട്ട് പഠിക്കൂ അല്ലേ ഇപ്പൊ? അല്ല റുബിയ? അതെ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു. പാടുക. ഞാൻ പറഞ്ഞു. എന്തെങ്ങനെ ചലഞ്ച് അപ്സെറ്റ് ചെയ്യാനുള്ളത് പോലും ഇല്ല. ലൂസർ ലൂസർ ലൂസർ. പാവ ഇപ്പൊ തോറ്റോണ്ട് ഇവക്ക് പാടാൻ പറ്റില്ല. അപ്പൊ ഞാൻ പാടാം guys. ഫ്രീ ഫയറിൽ കളിക്കാൻ വാ. ഇവിടെ കളിക്കാനാ പറയുന്നത്. എനിക്കതറിയില്ല കേട്ടോ guys. ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ ഞാൻ അധികം കളിക്കാറില്ല. ചെറിയ എപ്പോഴെങ്കിലൊക്കെ കളിക്കാറ് കേട്ടോ. പാവക്കിനകത്ത് ജയിച്ചപ്പോൾ നല്ല സന്തോഷമായിട്ടോ. എന്നാ ഞാൻ എന്നാ പാട്ട് പാടാം കേട്ടോ. ദേ കുട്ടിയോ? കറുത്ത പെണ്ണേ നിന്നെ കാണാനിട്ട് നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞീനടി, തുടിച്ചുള്ളും മനസ്സിന് തനിച്ചു നിന്നെ ഞാൻ നിന്നെ ചിരിപ്പുണ്ടേ, കറുത്ത പെണ്ണേ നിന്നെ കാണിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞീനടി, ചാന്തണി ചിങ്കാരി ചിപ്പിവള് കിന്നാരി നീ എന്നെ സ്വന്തമാക്കി, മാമര കോലത്തി തേവരി കണ്ടപ്പോ മന്ദവും കാരക്ക് തന്നെ, കൊടയുറങ്ങാൻ കൊരിയാവുന്നേ കുമ്മായ പെണ്ണേ, കറുത്ത പെണ്ണേ നിന്നെ കാണാൻ ഒരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു ചമഞ്ഞീനടി. കഴിഞ്ഞ കാഴ്ച അപ്പം എത്രയാണോ? ഞങ്ങള് ഇന്നാലെ കളിയാക്കിയില്ലേ. പിന്നെന്തായാലും കളിയാക്കാണ്ട് ആ വീൽചെയർ കേറിട്ട് പോവാണ്ട് നാട് ചുറ്റാന്. പിന്നെ ഗൈസ് ഞങ്ങൾ മുട്ടായൊക്കെ വാങ്ങുന്നുണ്ട്. പിന്നെ ഗൈസ് ഞങ്ങളില്ലേ ഇവിടെ ഉള്ള ചെടിയൊക്കെ കാണിച്ചിട്ട് അറിയാറില്ലേ, ആ കാണിച്ചാട്ട് ഞങ്ങള് അല്ല റുബി താത്ത. അതെ അതെ. അപ്പോൾ ഗൈസ് ഇതെനിക്ക് ഈ വീൽ ചെയർ ആരാണ് തന്നത്? എനിക്കിത് മോജിത്തെ എനിക്ക് ഡാൽവി താത്തയും അനഫ് കാക്കോടിയും തന്നാണ് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങളുടെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഇതിപ്പോൾ പറയുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതും കൊണ്ടാട്ടാണ് ഞങ്ങൾ വീൽ ചെയർ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്കൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ, ഞങ്ങൾ വീൽ ചെയർ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കാണാമല്ലോ. പിന്നെ ഗൈസ് എൻ്റെ ഈ മരത്തിലില്ലേ മാങ്ങ മരത്തിലില്ലേ 22 മാങ്ങ ഉണ്ടായി. ഞാൻ കാണിക്കാൻ വിട്ടു എന്താറിയോ, എല്ലാം പോയി. ഞങ്ങൾ തിന്നൊക്കെ ചെയ്തിട്ടു, പക്ഷെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അത്ര പോരാ. പിന്നെ ഇതൊക്കെ എത്ര പോരെങ്കിലും നമ്മുടെ മുറ്റത്ത് ഇത്രയും ചെറിയ ചട്ടിയിൽ ഉണ്ടായില്ലേ? ആലോചിച്ചോക്ക്. പിന്നെ ഗൈസ് നോക്കൂ, ഞങ്ങളുടെ വീട്ടിലത്തെ പൊട്ടച്ചെടികളാണ് ഇതൊക്കെ. ഇതിന്റെ പേര് തുളസി, ഇതിന്റെ പേര് ചെണ്ടുമല്ലി. പിന്നെന്താണ് ഇത് മിൻതാത്ത തൊടിയിൽ നിൽക്കുന്ന പൊട്ടച്ചെടിയാ. പിന്നെ ഇത് മുല്ലപ്പൂ ഉണ്ട്. പിന്നെ എന്താ അതിന്റെ പേര് 10 മണി. പിന്നെ ബോൾക്കോ ദിസ് വൺ. പിന്നെ അപ്പുറത്ത് നോക്കൂ കണ്ടോ. പിന്നെ ഈ ചെടി കണ്ടോ ഗൈസ്, ഈ കോഴി ചെടി സ്നേക്ക് പ്ലാന്റ് ആണ്, അത് ഞങ്ങൾ കാട്ടുന്നെടുത്തിട്ട് വന്നതാണ്. പിന്നെ ഇങ്ങോട്ട് ഗൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് കണ്ടേ, ഇങ്ങനെ ഞങ്ങൾ കുറച്ച് ചെടികൾ മേലെ കൂടെ വെച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ? നല്ല ചെടികൾ നട്ടുനോക്കാം. പക്ഷെ ഈ ചെടിക്ക് മാത്രം എന്തോ പ്രശ്നമുണ്ട് അല്ലേ, മഴ കിട്ടിയില്ല അപ്പൊ തന്നെ. പിന്നെ ഇതാണ് ഞങ്ങൾ കിഴങ്ങ്. ഇതാണ് ഞങ്ങളുടെ കിഴങ്ങിൻ്റെ ചെടി. അതിന് നാളെ കേട്ടോ ഗൈസ് പറിക്കുള്ളൂ. നാളെ പറിച്ച എന്തെങ്കിലും ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം കേട്ടോ ഗൈസ്. എന്നാൽ ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ ഗൈസ്, ഞങ്ങളൊന്ന് ഇറങ്ങണേ. നമുക്ക് പോവല്ലേ സൂപ്പറായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പിന്നെ നേരെ ഒരാൾ കുടിച്ചേരണം. അങ്ങനെ എനിക്ക് പറ്റുള്ളൂ. ഇല്ല കേറി നോക്ക്. ഞങ്ങളാണ് പതുക്കെ പോവാൻ കേട്ടോ. നമുക്ക് പോയാലോ ഗൈസ്, കം ഓൺ. സൂക്ഷിട്ടാ. മോളെ പതുക്കെ സൈഡ് കൂടെ കേട്ടാ.
ആൾക്കാർ പോണ റോഡാണ്, അതുകൊണ്ട് നല്ല സൂക്ഷിപ്പോ. ഏത് കൂടെ പോവാ? സൈഡ് കൂടെ കേട്ടോ. എനിക്കറിയാം. ഇതിനൊക്കെ വന്നിട്ട് കുറേ കേട്ടോ. ഞാനൊക്കെ ഇടക്കിടക്ക് തന്നെ കഴിച്ചു. എന്തറിയോ, ഞാൻ പുറക്കാട് ഞാൻ ചുറ്റുകൊണ്ട് എന്തറിയോ, ഞാനില്ലേ വീട്ടിലിരിക്കില്ല. എനിക്ക് വീട്ടിലേക്ക് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഫോണിൽ കളിച്ചോണ്ട് ഞാൻ അങ്ങനെ സുന്ദരിയാന്ന് കുറച്ചേ വീട്ടില് പോണ്ട. വണ്ടികളൊക്കെ ഉള്ള റോഡാണ്. ഞാൻ എപ്പോഴും മാത്രം സുന്ദരി, ഞാൻ മാത്രം സുന്ദരിയല്ലേ. നോക്കോളൂ പറത്തില്ലേ ഇനി റോട്ടിക്ക് നോക്കിയിട്ടാ നടക്കേണ്ടതേ. ഞങ്ങൾക്കൊരു കുന്ന് കയറാനൊക്കെ ഭയങ്കര പേടിയാട്ടോ. എന്നാ കുന്നിറങ്ങാനാണ് ഒരു പേടിയില്ല. ഇതാ പോണു. പോണ പോക്കൊക്കെ കഴി എനിക്ക് പേടിയാവണേ. പോണ വഴി കുറച്ച് ദൂരമുണ്ട്. ഇവർക്ക് പ്രശ്നമില്ല, അവർക്ക് ഇങ്ങനെ പോയാൽ മതി. പക്ഷെ നമ്മളാ ബുദ്ധിമുട്ടാ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിലൂടെ പോകാൻ ശ്രമിക്കും. വണ്ടികൾ വരുന്ന റോഡാണ്. ഓടി ചോക്ക് ചോക്ക് വാങ്ങിയാൽ ഓക്കെ. ഇനി വരുമ്പോ തിരിച്ചു വാങ്ങാട്ടോ നമുക്ക്. ബാപ്പു അവ അവിടെ ആ എനിക്കൊരു കവർ തരുമോ? അതിനാരുമില്ല. എടുത്താ വായത് എന്താണ്
ഇത് ഈ അടി വരെ പോകണം. അപ്പോൾ അവിടെ ചെറിയൊരു തോടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് കാണാനോ നിങ്ങൾക്ക് കാണിക്കാനോ പറ്റുന്നില്ല. അവിടെ ആൾക്കാർ തിരുമ്പാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടി വെക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഞങ്ങളെ വായനശാലയ്ക്ക് എത്താൻ ഇനിയും ദൂരമുണ്ട്. ഞങ്ങളെ കൂടെ ഷിബിനി അതുപോലെ ഞങ്ങളെ കാക്കൂൻ്റെ കുട്ടിയുണ്ട്. അത് ബാക്കാൻ ഞാൻ കാണിക്കുള്ളൂ, ഫ്രണ്ട് കാണിച്ചാൽ ഓടും. അപ്പോൾ ഫായിസാണ് ഈ ഭാഗത്തുനിന്ന് ഓക്കെ വാങ്ങി തന്നില്ലേ? ആ നടക്ക്. മഴ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുകയാണ്. എവിടെയെങ്കിലും കയറി നിൽക്കും മിക്കവാറും തോന്നുന്നു അല്ലേ ബാത്തു? എന്തെങ്കിലും ഒന്ന് പറയ് ഗൈസിനോട്. മഴ പെയ്താൽ നമുക്ക് എവിടെയും നിൽക്കാം. ഇടവിട്ട് 2 വട്ടം മഴ പെയ്തു. ഷിബിരാൻ്റെ താത്താൻ്റെ കൂടെ വന്നപ്പോൾ ഒരു നല്ലൊരു മഴ പെയ്തു. അപ്പം ഞങ്ങൾ ഒരു വീട്ടിൽ നിന്ന് കാണിച്ചാൽ ഏത് വീട് വന്ന് ആ വീട്ടിൽ സൈക്കിളല്ല സോറി എന്താ കിളിയുണ്ട്, പിന്നെ ഊഞ്ഞാലുണ്ട്, കുറേ ഉണ്ട്. കുറച്ച് വേഗം നടക്കുമോ? തീറ്റ അവിടെ വെച്ചിട്ട് മഴ പെയ്യുമ്പോഴേക്കും തിരിച്ചു വരണം. ആസ്വദിച്ച് കഴിക്കണം. ആസ്വദിച്ച് നിലത്ത് കൂടെ കളയല്ലേ, ഫുഡാണത്. സുബിതാത്ത ഒരറ്റത്ത് എത്തിയിട്ടുണ്ട്. വഴി അറിയില്ല, കുന്നും പേടിയാണ്, എല്ലാം പേടിയാണ്. പക്ഷേ ഞങ്ങള് പോകും. ആരെ കണ്ടിട്ടാണോ ഞങ്ങൾക്ക് അറിയില്ല. കണ്ടോ ഈ ഭാഗത്തും അവിടെ എത്തി ഗായ്സ്. സുബിതാത്ത അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കുന്നിറങ്ങിക്കഴിഞ്ഞാൽ വായനശാല എത്തി. നടക്ക്. ഇങ്ങനെ പേടിക്കുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഈ കുന്ന് തിരിച്ചു കയറുക? ഇനി വീഴില്ല റുബിയെ. ആ ഹിബ അവിടെ എത്തി കണ്ടോ? ചോദിച്ചു ഗൈസ്, തോട് കാണാൻ വന്നിട്ട് ഇപ്പം എന്തായി? ചാലിലൊരു തുള്ളി വെള്ളമില്ല. എന്നാണ് ഞങ്ങൾ പറഞ്ഞ തോട്. നല്ല ചാന്തല്ലേ എല്ലാവരും? ഇതാണ് ഞങ്ങൾ പറഞ്ഞ തോട്. കണ്ടോ മീൻ പോകുന്നുണ്ടോ ഇവിടെ? കണ്ടോ ഞാൻ ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ട്. എനിക്കൊരു തുള്ളി കണ്ണു കാണില്ലല്ലേ? കണ്ണു നേരവണം. എന്നാലും ഒന്നിപ്പം ഉണ്ടായിരുന്നു. വായു. അപ്പം നമുക്ക് ഇനി മെയിൻ സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ അതാണ് ഗൈസ് വായനശാല. വായിക്കാനൊന്നും ബുക്സ് ഒന്നുമില്ല, വെറും പേര് മാത്രമാണ് ഗൈസ്. പക്ഷേ ഇവിടെ ആദ്യം കാണാൻ നല്ല രസമായിരുന്നു. ഇവിടെ പാടായിരുന്നു. പക്ഷെ ഇപ്പോൾ വലിയ രസമൊന്നുമില്ല. പക്ഷേ കുഴപ്പമില്ല അല്ലേ? ഇവിടെ ചെറുതായിട്ട് വെള്ളമൊക്കെ വരും. ഞാൻ കാണിച്ചു തരാം. നെല്ലിക്ക് വീഴോ? പാടം ഇല്ലടാ, വെള്ളത്തിൽ കുഴപ്പമൊന്നുമില്ല. ആണ് വായനശാലയുടെ അവിടുത്തെ തോട്. ഇറങ്ങിയിട്ട് താഴത്തേക്ക് വീണോ? ആ ചുണ്ടത്തേക്കൊന്ന് തുടയ്ക്കൂ. ലിപ്സ്റ്റിക്ക് തിന്നു. ലിപ്സ്റ്റിക് മാറ്റി പോവും, അത് സ്വാഭാവികം. നമുക്ക് ഇറങ്ങിയല്ലേ? ഇതാണ്. ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ്, എന്നാലും കുഴപ്പമില്ലാതെ വെള്ളമുണ്ട്. ഇതാ ഒരു പശുമ്പി ഉണ്ട്. എപ്പോഴും നമ്മളിങ്ങനെ കാട് പോലുള്ള സ്ഥലത്ത് കൂടെ വരുമ്പോൾ പശുമ്പി ഉണ്ടാവൂലേ?
വെള്ളം കാണാൻ വന്നു കഴിഞ്ഞാൽ അപ്പം ഉണ്ടാവും പശുമ്പ. ആരുടെയോ തോട്ടാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ചെറിയൊരു ചാല്, ചിലൊരു ചാല് പറയും. ഞങ്ങൾ പക്ഷേ ഞങ്ങൾക്ക് വലിയ തോടും പുഴയൊന്നും എടുത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇതിനെ തോട് എന്നാണ് വിളിക്കാറ്. ഞാൻ ആദ്യമൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു, കുറേ വന്നിരുന്നു. പക്ഷെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഷിബിനാൻ്റെ താത്തൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അവളുടെ കൂടെ ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വരും. അവളുടെ അനിയത്തി എൻ്റെ ഫ്രണ്ടിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ആണ് ഞങ്ങളെ തോട് ഗൈസ്. മഴ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് മുങ്ങണം, അല്ലെങ്കിൽ ഞങ്ങൾ മഴയത്ത് പെടും. വീൽ ചെയറൊക്കെ ഉള്ളതാണ്. ആണ് കുഞ്ഞി തോട്. ഞങ്ങൾ മീൻ പിടിക്കുന്ന മെയിൻ സ്പോട്ടായിരുന്നു ഗൈസ് ഇത്. ഷിബിനി അവലെ ഹിബമോളും അവിടെ നിൽക്കുന്നുണ്ട്. എനിക്കിതിൽ ഇറങ്ങാൻ തോന്നുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കാല് കാണിക്കുകയാണ്, അല്ലെങ്കിൽ പിന്നെ എനിക്ക് വീട്ടിൽ പോയാലും സങ്കടമാവും. ഒരു സ്മെല്ലൊക്കെ ഉണ്ട് ഒരു മീനിൻ്റെ അല്ലേ ബാത്തു? നല്ല രസമുണ്ട് ഗൈസ്, അടിപൊളിയാണ് ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള സ്ഥലമാണ്. ഇന്ന് ഞങ്ങൾ ഇതുവരെ വരും. ഞാൻ വരുന്ന വഴി അതൊന്നും ഞാൻ വരുന്ന കൂട്ടുകാരാണ് വരാറുണ്ട്. അതാണ് സ്ഥലം. നല്ല രസമാണ് അവിടെ കാണാൻ. ആദ്യം നല്ല രസമായിരുന്നു അല്ലേ ഷിബിന? എന്തെല്ലാം ഒന്ന് പറയേ. ഞങ്ങൾ ഇൻവേർട്ടർ ഞാനും ഇൻവേർട്ടറാണ്, അതാണ് ഞാനും വീഡിയോയിൽ വരാത്തത്. വോയിസ് കൊടുക്കണേലും എന്താ അല്ലേ? ആരും കാണില്ലല്ലോ. ഇൻവേർട്ടറിന് അടിയിൽ വെള്ളം നനയ്ക്കണോ? വേണ്ട. എന്താ ഇൻട്രസ്റ്റ് ഇല്ലാത്ത? പായസം ഇവിടെ ഓടി വരുന്നുണ്ട്. എൻ്റെ കാക്കൂൻ്റെയും താത്താൻ്റെയും കുട്ടിയാണ്. രണ്ടും എൻ്റെ റിലേറ്റീവ്സാണ്. അവരുടെ മകനാണ്. വീഡിയോയിൽ ഞങ്ങൾ വരില്ല, ഞങ്ങളവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ട്. ഹിബാത്തും ഷിബിനും എവിടെയും. മീനൊന്നും കാണാമല്ല അല്ലേ? മീനൊന്നും കാണുന്നില്ല അല്ലേ? മഴ പെയ്താൽ ഉറവുണ്ടാവില്ലേ തോട്ടിൽ? പിന്നെ ഞങ്ങളെ അമ്മാൻ്റെ അവിടെയൊക്കെ അതിന് ചാലെന്നാ പറയാ അല്ലേ? അത് നീ പുഴന്ന് പറയും, ഞങ്ങളിവിടെ തോട് എന്ന് പറയും. ഇതിൽ നല്ല വെള്ളം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ വല്ലാതെ മഴയല്ല, ഇടയ്ക്കിടയ്ക്ക് പെയ്യുക. ആദ്യം ഞങ്ങളവിടെ എല്ലാം മഴയെന്ന് എല്ലാവരും പറയാറ്. പക്ഷെ ഇപ്പോൾ മഴയല്ല. അപ്പോൾ മഴ പെയ്ത് നമ്മൾ അടിപൊളിയാവും, വീൽ ചെയർ വെള്ളത്തിലാവും. ഇവിടെ കുറച്ചൊരു ചെറിയൊരു കുണ്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോണില്ല. പിന്നെ ഇത് ജാതിക്ക കേട്ടോ, ജാതിക്ക ഞാനൊക്കെ പണ്ടൊക്കെ പറിച്ചിരുന്നു. അപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് അന്യൻ്റെ മുതലാണെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാനൊന്നും ആ വഴിക്ക് പോകാറില്ല. ആദ്യ സ്ഥലം ഭയങ്കര വൈബായിരുന്നു. അതേനെ വന്നിട്ട് നല്ല വെള്ളം ഉണ്ടായിരുന്നു. ആ ഒരു സൈഡിലും ഇതുപോലൊരു കുണ്ടുള്ള ഒരു ഭാഗമുണ്ട്. നല്ല രസമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോയി വെള്ളം. പിന്നെ ഉണ്ടല്ലോ അവിടെ ഒരു സ്റ്റോപ്പാണല്ലേ, അവിടെ ഒരു വീട് കണ്ടോ, യെല്ലോ വീട്, നല്ല ചന്തല്ലോ. അവർക്ക് ഭാഗ്യം, ആ കാട്ടിൽ പോയിരിക്കുമ്പോൾ പാമ്പുണ്ടാവില്ല. ഇതൊക്കെ ഉള്ള സാധനങ്ങളാണ്. ഇവിടെ കുറുക്കൻ വരും. കുറുക്കനൊന്നും എനിക്കറിയില്ല. ഇപ്പം വേറെ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും. പുലി വരും. എന്താ എൻ്റെ ഹിബ, എന്തൊക്കെയാ നീ പറയുന്നത്? നമുക്ക് പതുക്കെ പോവാല്ലേ? കൂടുതലിങ്ങനെ നേരെ നിൽക്കണമെന്നും വെള്ളത്തിൽ കളിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ തന്നെ തുള്ളി ചാടുന്നുണ്ട്. ഷിബിന ഒന്ന് അവളിനെ എടുക്കുമോ? വന്നോ? ഇനി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയെങ്കിലും കയറിക്കൊണ്ട് വരും.
ഞാൻ പോകാൻ പറ്റുമോ? അങ്ങനെയുണ്ടാവില്ല. ഇതൊക്കെ ഒരു നല്ല രസമാണ്. പക്ഷെ നല്ല വെള്ളം ഉണ്ടായ രസമായിരുന്നു അല്ലേ. എൻ്റെ കാല് ഇത്രയും മുങ്ങുള്ളൂ, അതിൽ കൂടുതൽ മുങ്ങില്ല. മീനെന്ന് പറയാനൊന്നുമില്ല, എന്നാൽ കുഞ്ഞു കുഞ്ഞു ഓരോ സാധനങ്ങളുണ്ട്. ഇപ്പം അങ്ങോട്ട് നോക്കടി, ഹൈറ്റ് ഉണ്ട് പക്ഷെ വെള്ളമില്ല. വെള്ളം വരുന്നേ ഉള്ളൂ. നല്ല വെള്ളമായിട്ട് ഞാൻ പണ്ടൊക്കെ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ വരുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറവാണ്, നല്ല കുറവാണ്. ഈ വഴി കൂടെ ഒന്നും ഞാൻ നടക്കില്ല. കൂടെ ഒരു ബണ്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടി തോന്നുന്നു മഴ കാരണം. നമ്മൾ വന്ന വഴി കൂടെ അങ്ങനെ എത്തി. നല്ല രസമാണ് കേട്ടോ അത് കൂടെ ഇടയ്ക്കൊക്കെ അങ്ങനെ വന്ന് പോവാൻ. അപ്പോൾ ഒരു രസത്തിന് അവളങ്ങനെ അവിടെ ഇരുത്തിക്കാണ്. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അല്ലേ? ആ, വീൽ ചെയറിലാണ് വന്നിരിക്കണം, അതുകൊണ്ട് പറ്റില്ല. നല്ല രസമാണ് ഇവിടെ കേട്ടോ. നല്ല വെള്ളം ഉണ്ടെങ്കിൽ ഒരു വൈബായിരുന്നു. നല്ല വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഇവിടെ ഇരുത്താൻ പറ്റില്ല. നല്ല രസമല്ലേ ഗൈസ്? കണ്ടോ, 4 ചുറ്റും കങ്ങാണ്, അറിയോ കങ്ങാണ്, അതേ തോട്ടാണ്. ആരുടെയൊക്കെ വെള്ളമല്ലേ? വെള്ളം എല്ലാവർക്കും ഉള്ളതല്ലേ. പക്ഷെ ഈ തോട് വേറെ ആരുടെയാണ് ഗൈസ്, ഇത് പൊതുമുതലല്ല. അല്ല അല്ല, ഈ ഒരു ആൾക്കാരുടെ സ്ഥലത്തിൻ്റെ ഒരു ഭാഗമാണിത്. പിന്നിപ്പോ എന്താ പറയാ? അപ്പോൾ ഗൈസ് ഞാനങ്ങനെ തിരിച്ചു പോവാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ പെടും, ഉറപ്പായും പെടും. ഞങ്ങള് വീട്ടിൽ കയറിക്കൊണ്ടുവരും. ഏതെങ്കിലും ഒരു കാട്ടുകുട്ടിയിൽ ഇരുന്നാൽ നമ്മൾ മഴ നനഞ്ഞു പോകും. കൂടെ അങ്ങനെ കയറി വെള്ളം കുറവാ ഗൈസ്. വേറൊരു ദിവസം വരണം, നല്ല മഴ ഉള്ളപ്പോൾ കുട എടുത്തിട്ട് വരണം. ഞാനും ഇവളുടെ താത്ത എപ്പോഴും ഈ വഴി കൂടെ ഇങ്ങനെ വരാറുണ്ട്. അവളെ താത്ത പറയുമ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഹിബയോ പശുമ്പയോ ഹായ്. ഈ കാട്ടിനതെന്നുള്ളൂ എനിക്ക് ഭയങ്കര പേടിയ സാധനത്തിന്. ഞങ്ങൾ ഈ വഴി കൂടെ ഹിബാത്തുവിനെ കൊണ്ടുവരാൻ പറ്റും, പക്ഷെ റുബിത്താത്തനെ കൊണ്ടുവരാൻ പറ്റില്ല ഗൈസ്. കാരണം ഈ വഴി കൂടെ ഒരു വട്ടം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഉമ ഉദയ, അവരെയും കൊണ്ട് വരുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട് ഈ വഴി കൂടെ. അവർ രണ്ടുപേരും ഞാനും അവൾ കാലും കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങോട്ട് എത്തി. അല്ലാതെ പറ്റത്തില്ല. ഉണ്ടോ, ഇങ്ങനെയാണ് ഈ വഴി. റുബിത്താത്ത ബോറടിച്ചോ? അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമുക്ക് മാക്സിമം സ്പീഡിൽ പോവാം, കാരണം മഴ വരുന്നുണ്ട്. മാക്സിമം സ്പീഡിൽ പോവാം അല്ലേ? തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ട് കാണാം ഗൈസ്. മഴ ഇല്ലാതെ പോകാൻ പറ്റണേ. റുബിത്താത്ത സ്പീഡ് കൂട്ടിക്കോ കേട്ടോ. മെയിൻ നല്ല സ്പീഡ് കൂട്ടിക്കോ, ഒരു പ്രശ്നമില്ല. പശുവിനോട് സംസാരിക്കുകയാണ് ഗൈസ്. ഹായ് പശു, വായോ വായോ. എൻ്റെ പശു മുന്നിൽ നടക്ക് നടക്ക് നടക്ക്. മാക്സിമം സ്പീഡിൽ പോയിക്കോ. മഴ പെയ്ത എന്താ ചെയ്യാം? ബാക്കല്ലേ കാണുള്ളൂ. വിചാരിച്ചിട്ട് അവർ നല്ല മുന്നിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റുബിത്താത്ത അവിടെ നിൽക്കുന്നുണ്ടോ? കുന്നു കയറാൻ ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചു പോവുകയാണ്. വന്ന വഴിയെല്ലാം കയറുകയാണ്. വലിയൊരു കുന്നൊന്നുമല്ല ഗൈസ്, വൻ പേടിയാണ് ഞങ്ങൾക്ക്, അതാണ് പ്രശ്നം. പെയ്തു ഗൈസ്, പെയ്തു. ഞങ്ങൾ വീട്ടിൽ കയറിക്കൊണ്ട് വരും വിചാരിച്ചു, പക്ഷേ കയറേണ്ടി വന്നില്ല. നമ്മൾ മാക്സിമം സ്പീഡിൽ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ നോക്കുകയാണ്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററെങ്കിലും ഉണ്ടാവും വീട്ടിലേക്ക് നടക്കാൻ. വേഗം പോ, സ്പീഡ് കൂട്ട്. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ ദൂരമുണ്ട് ഗൈസ്. ആ, നീ ക്ഷീണിച്ചു അല്ലേ? ഞാനാ ക്ഷീണിച്ച്, നീയാ ക്ഷീണിച്ച്. നടക്കടി. നീ എൻ്റെ ചോക്കി കഴിച്ചിട്ടില്ലേ? എനിക്ക് തിരിച്ചു വരും. ചോക്കി ലവർ. ഓടി. ഓ താങ്ക് യു ഡി.
ഞാനുണ്ടോ പണ്ടത്തെ നൊസ്റ്റാൾജിയ എന്നെടുത്തോ ഒരെണ്ണം വായോ. ഞാൻ ഈ ഒരു വട്ടി ഒരു കൈ കാണിച്ചപ്പോൾ ട്രോൾ ചെയ്താണ് എന്നെ. ഇന്നലെ ഇവിടെ വന്നീന്നവരൊക്കെ അപ്പം അതിൻ്റെ കവറൊക്കെ അവിടെ എടുത്തപ്പോൾ ഈ വഴി വന്നിട്ടുള്ള തെളിവായി ഗൈസ്. ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ക്ഷീണിച്ചത് എൻ്റെ താത്താനെയും കാക്കൂനെയും കുട്ടിയാട്ടോ. 2-3 കിലോമീറ്റർ അവനെ നടത്തി. അവനാണെങ്കിൽ ഫ്ലാറ്റിൽ നിന്ന് വീട്ടിൽ നിന്ന് ക്ലാസ്സിലേക്കും എന്ന് പറഞ്ഞ കുട്ടിയാണ്. കണ്ടോ നൊസ്റ്റ ട്രോൾ ഉണ്ടായിരുന്നു അല്ലേ? ഒരു ജെംസ് മിഠായി, എന്ത് മിഠായിരുന്നു? പോപ്പിൻസ് മിഠായി. അയ്യോ എന്നെ ട്രോളിയിട്ട് പക്ഷെ ഡിലീറ്റ് ആക്കിയില്ല വീഡിയോ. ലൈബ ഫ്രണ്ട്സ് അല്ലേ കസിൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്ത് അല്ലേ? ഇനിയുണ്ട് കുറച്ചും കൂടി വീട്ടിലേക്ക് വന്ന വഴി ഒന്നും കൂടി വീഡിയോസ് എടുക്കാണ്. എന്താ ഹിബ നമ്മളെ താത്തയല്ലേ അത്? ക്ഷീണിച്ചു ഗൈസ്, ക്ഷീണിച്ചു. സൈഡിലേക്ക് റുബിയ കുട്ടികളുടെ കൂടെ അങ്ങനെ കളിച്ചിരിക്കുന്നു. ഞങ്ങളെ വീടിന്റെ സ്ഥലത്ത് എത്തി ഗൈസ്. കണ്ടോ ഞങ്ങളെ വീടെത്തി ഗൈസ്. വീട്ടിക്ക് എത്തി. ഇതാണ് ഗൈസ് ഞങ്ങളുടെ വീട്. ഞാൻ ഓടല്ല കാണിച്ചു ഗൈസ്. കണ്ടോ ഇതാണ് ഞങ്ങളെ വീട്. ഞങ്ങൾക്കൊരു തെങ്ങുണ്ട്, ഒരു കറിവേപ്പില ചെടി ഉണ്ട്. ഇത് മൊത്തം ഞാനാ വെട്ടിയിട്ട് ശരിയാക്കിയത്. ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം വായനശാലയ്ക്ക് പോയതാന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഫിദാന്ന് പറഞ്ഞൊരു കുട്ടി കേട്ടോ എൻ്റെ അപ്പുറത്തെ വീട്ടിലാണ്. അപ്പോൾ ഓളെ കണ്ടപ്പോൾ ഓള് പറഞ്ഞു വായനശാലയ്ക്ക് പോയി. ഞങ്ങൾ പറഞ്ഞു വായനശാലയ്ക്ക് പോയതാന്ന് പറഞ്ഞു. ഓള് പറഞ്ഞു വായനശാലയ്ക്ക് പോയപ്പോൾ ബുക്ക് എടുത്തോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവിടെ ബുക്കൊന്നും ഇല്ലടി. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഓള് പറയാ ഞങ്ങൾക്ക് ഖദീജ വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഓള് പറഞ്ഞു അതെ. അപ്പോൾ അവിടെ അടുത്തുണ്ട്. അപ്പോൾ ഓള് ഞങ്ങൾക്ക് ഖദീജ എന്ന് പറഞ്ഞ ബുക്ക് തന്നു. അപ്പോൾ ഇനി മിനുവിന് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇവിടെ എന്താ ദീപയിലുണ്ടെന്നാ പറഞ്ഞു. അപ്പോൾ ദീപയിലല്ല ടി വിയിലാണ് ലൈബ്രറി. ആ ടി വി. എനിക്കങ്ങനെ ഈ സ്ഥലങ്ങളൊന്നും എനിക്കങ്ങനെ അറിയില്ല കാര്യം. ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ എനിക്കറിയില്ല. അപ്പോൾ ഓള് മീന് പോവാന്ന് പറഞ്ഞു. ഇങ്ങനെ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുക്സ് എടുത്തിട്ട് ഞങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ ഒക്കെ പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിച്ചു കൊടുക്കണം. ബൈ.